എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറുപ്പക്കാരൻ ഒരു പുരോഹിതന്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ് രാത്രി 12:30. പുരോഹിതൻ വാതിൽ തുറന്നു. അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു, മോനെ, പാതിരാത്രി 12:30, നീ നാളെ രാവിലെ വാ, നമുക്ക് കുമ്പസാരം നടത്താം. ഒരു ചെറിയ നിരാശയോടുകൂടി അവൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം പുരോഹിതനെ വിളിച്ചുണർത്തുന്നത് ഒരു വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരൻ കാല് വഴുതി കൊക്കയിൽ വീണ് മരിച്ചു. ആ വാർത്ത കേട്ടതും ആ പുരോഹിതൻ ചെറുതായിട്ട് ഇങ്ങനെ നടുങ്ങി കസേരയിലേക്ക് വീഴുകയാണ്. കാരണം പുരോഹിതൻ അറിയാം ആ ചെറുപ്പക്കാരൻ കാല് വഴുതി വീണതല്ലെന്ന്, സ്വയം ഇറങ്ങിപ്പോയതാണെന്ന്. എല്ലാ മനുഷ്യർക്കും 3 തരത്തിലുള്ള ജീവിതങ്ങളുണ്ടെന്നാണ് പറയാം. എ പബ്ലിക് ലൈഫ്, എ പ്രൈവറ്റ് ലൈഫ്, എ സീക്രട്ട് ലൈഫ്. പബ്ലിക് ലൈഫിൽ എല്ലാവരും കരുതുന്ന, എല്ലാവരും കാണുന്ന ഒരു മനുഷ്യൻ. പ്രൈവറ്റ് ലൈഫിൽ വളരെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ. സീക്രട്ട് ലൈഫിൽ അവനവന് മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ. പലരുടെയും സീക്രട്ട് ലൈഫിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത പല സങ്കടങ്ങളും പേറി നടക്കുന്ന മനുഷ്യർ. ഇതെവിടെ കൊണ്ട് ഇറക്കണമെന്നറിയാതെ, ഒരു പരിഹാരം കിട്ടാതെ സ്വയം ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ. നമ്മൾ മുൻവിധികളില്ലാതെ നമ്മൾ കേൾക്കുന്ന ഒരാളുടെ അടുത്താണ് നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് പറയാൻ പറ്റൂ, അമ്മയുടെ അടുത്ത് പറയാൻ പറ്റൂ, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റൂ. മുൻവിധികളില്ലാതെ നമ്മൾ കേൾക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നമുക്കുണ്ട്. കൃത്യമായി ലൈഫിനെ പഠിച്ച, ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന, നമ്മൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന എ ബ്യൂട്ടിഫുൾ സ്ട്രേഞ്ചർ. ആ ബ്യൂട്ടിഫുൾ സ്ട്രേഞ്ചറിൻ്റെ പേരാണ് സൈക്കോളജിസ്റ്റ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ അവനെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അതൊരു ടാബൂഡ് കാര്യമാണ്. അവനെന്തോ മനസ്സിൻ്റെ പ്രശ്നമുണ്ട്, വലിയെന്തോ സങ്കടത്തിലൂടെ കടന്നു പോവാണ്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിനെയാണ്. മനസ്സാണ് ശരീരത്തെ നിയന്ത്രിക്കുക. നമുക്ക് ശക്തമായ പനി വന്നാൽ, നമ്മുടെ കാലം നൊടിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിച്ചാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകില്ലേ? അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഡോക്ടറെ കാണുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? എനിക്ക് തോന്നുന്നു, ഒരു ഗുരു ഉണ്ടായിരിക്കുക എന്ന പോലെ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്ന പോലെ മസ്റ്റായിട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരാളാണ് ഒരു സൈക്കോളജിസ്റ്റ്. അതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഇന്നത്തെ കാലം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ആളുകളുടെ എക്സാമ്പിളുകൾ പറയാം. വിരാട് കോഹ്ലിക്ക് ഒരു 3 വർഷത്തോളം 20 റണ്ണിന് മുകളിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. അയാളെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്ന് വരെ ചർച്ച വന്നു. വിരാട് കോഹ്ലി എന്നൊരു ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രം അയാളെ ടീമിൽ നിർത്തുന്നു പറഞ്ഞ് പരാതികൾ വന്നു. പക്ഷെ വിരാട് കോഹ്ലി ഇങ്ങനെ സ്വന്തം വിൽപോറിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ക്യാൻ കം ബാക്ക്. പലതവണ 19, 18 ഔട്ടാവുന്ന ഇന്നിങ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 4 അടിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ അഗ്രഷൻ കാണിക്കുമായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അയാൾ നിരന്തരം ഔട്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അയാൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയാണ്. അയാളോട് ആ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നു, 1 മാസത്തേക്ക് നീ ബാറ്റ് തൊടണ്ട, മകളുടെ ഒപ്പം, ഭാര്യയോടൊപ്പം കോൺസെൻട്രേറ്റ് ഓൺ അതർ തിങ്സ്. അങ്ങനെ ലൈഫിൻ്റെ ഒരു ബാലൻസ് അയാൾ കണ്ടെത്താറ്. ചില സമയത്ത് നമ്മളെ കൊണ്ട് ഒക്കില്ല, നമ്മൾ എത്രത്തോളം എനിക്ക് വിൽപോർ ഉണ്ടെന്ന് പറഞ്ഞാലും വി നീഡ് അസിസ്റ്റൻസ്. അങ്ങനെ മാറി നിന്ന് ലൈഫിനെ ഒന്ന് ബാലൻസായി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ്ഡായി ക്രിക്കറ്റിൽ നിന്ന് ചെറുതായിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകും. അയാൾ മെല്ലെ തിരിച്ചു വന്നു. നമുക്കറിയാം, പാകിസ്ഥാനെതിരെ നടത്തിയ ഇന്നിങ്സ് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൻ പോരാട്ടം നടത്തി അയാൾ കളിയിപ്പിച്ചു. അതുപോലെ ഈ കഴിഞ്ഞ മാച്ചുകൾ കണ്ടു കാണും. ഗ്ലെൻ മാക്സ്വെൽ 201 റൺസ് എടുത്ത് ടീമിനെ ജയിപ്പിച്ച മാക്സ്വെല്ലിന്റെ ബാറ്റിംഗ്. മാക്സ്വെൽ ശ്രീലങ്കയുമായിട്ടുള്ള ഒരു മാച്ചിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഐ എം ടേക്കിംഗ് എ ബ്രേക്ക്, ഐ വാണ്ട് ടു പ്രയോറിറ്റൈസ് മൈ മെന്റൽ ഹെൽത്ത്. അയാളുടെ മനസ്സിന്റെ ഒരു സ്ട്രെങ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിയപ്പോൾ അയാൾ കോൺഷ്യസ്ലി ഒരു ബ്രേക്ക് എടുത്തു, തിരിച്ചു വന്നു. ഇപ്പോൾ നമുക്കറിയാം, ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ ഇന്നിങ്സ് ഇന്നും അൻ എപ്പിക് ഇന്നിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്ന ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, അവർ BCCIക്ക് റിക്വസ്റ്റ് പോലും കൊടുത്തു, ഞങ്ങൾക്കൊരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ വേണം, മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, വി നീഡ് എ സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കൊണ്ടുവന്ന അഭിനവ് ബിന്ദ്ര, അയാൾ പറഞ്ഞത്, ഐ വാസ് അബ്യൂസിങ് മൈ പാഷൻ. എനിക്കെൻ്റെ പാഷനായിരുന്നു അതിനുവേണ്ടി എല്ലാവരും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പിന്നീട് അയാൾ ഭയങ്കര ഒരു തരം ഡിപ്രഷനിലോട്ട് കടക്കുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ അയാൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും അതിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്തു. ജിം കാരി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കൊമേഡിയൻ, ആക്ടർ, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ, അയാൾ ഡിപ്രഷനിലായിരുന്നു കുറേ കാലം. കാരണം അയാൾ ആ ഡിപ്രഷനിൽ നിന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പിലൂടെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞ കാര്യം, എൻ്റെ ആഗ്രഹം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നല്ലപോലെ കാശുണ്ടാക്കണം, ഫേമസ് ആവണം, എല്ലാം നേടണം. അവസാനം അവർക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, അതിനൊക്കെ പ്രധാനം ഈ ചെറിയ സ്പേസ് ആണ്, മൈൻഡ്. പറഞ്ഞു വന്നത്, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഒരു നോർമൽ തിങ് ആയിട്ട് നമ്മൾ കണ്ടേ മതിയാവും. ഈ അടുത്തിടയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ മരണം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടായിരിക്കാം മനുഷ്യരിങ്ങനെ പെട്ടെന്നിങ്ങനെ സ്വയം ഇറങ്ങിപ്പോവാൻ തീരുമാനിക്കുന്നത്? ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട 2 പടങ്ങൾ, ഒന്ന് ഡിയർ സിന്ദഗി എന്നാണ്,
അതൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പലരാളിങ്ങനെ മാറി മാറി പോകുന്നു. അവൾ സെൽഫ് ഡൗട്ടിലാണ്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു. സൈക്കോളജിസ്റ്റിന് റോൾ ചെയ്യുന്നത് ഷാറുഖ് ഖാനാണ്. ഷാറുഖ് ഖാൻ പറയുന്നുണ്ട്, എടോ നമ്മളൊരു ചെയർ എടുക്കാൻ പോകുമ്പോൾ ചാടിക്ക് ഒരു ചെയർ കണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നു. അങ്ങനെയാണോ? അല്ല. നമ്മൾ പല ചെയറിലൊക്കെ ഇരുന്ന് നോക്കും. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ഒന്നിലാണ് നമ്മൾ ആ ചെയർ വാങ്ങിക്കുക. മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നിനക്ക് സംഭവിച്ചത് കുട്ടിക്കാലത്ത് അബാൻഡൻഡ് ആയിട്ടുള്ള ചൈൽഡാണ് അവൾ. അപ്പനും അമ്മയും ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവർ പുറത്തേക്ക് എവിടെ പോയി. ഇവൾ ഒറ്റയ്ക്കാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എന്നെ ഇവർ ഇട്ടേച്ച് പോകുന്നുള്ള ചിന്തയാണ് നിനക്ക്. അവിടെയാണ് നമുക്ക് പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടിരുന്നു. അതുപോലെ കണ്ടൊരു പടമാണ് നീരജ. മലയാളത്തിലെ പടമാണ്. മലയാളത്തിലെ നീരജയാണ്. എക്സലന്റ് മൂവി. ഹസ്ബൻഡുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അയാൾ മരിച്ചു പോയ ഒരു ആക്സിഡന്റിൽ. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഹസ്ബൻഡിന്റെ ഷൂസ് അവിടെ തന്നെ വെക്കുന്നു. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് മാഗസീൻസ് എവിടെയായിരുന്നു അത് അതേ ഷേപ്പിൽ വെക്കുന്നു. ഒബ്സസ്ഡായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അവളുടേതായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ട്. പക്ഷെ അത് തേടാൻ അവൾക്ക് പറ്റുന്നില്ല. തെറ്റാണോ ശരിയാണോ? ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരാളിൽ തന്നെ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിരുന്നാൽ വണ്ടി മുമ്പോട്ട് പോവില്ല. പുതിയ മനുഷ്യനെ പരിചയപ്പെട്. നിന്റെ ഫിസിക്കൽ നീഡ്സ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ തുറന്നു പറ. അപ്പോൾ ചോദിക്കേണ്ട അത് തെറ്റല്ലേ? ആരാണ് ശരിയും തെറ്റൊക്കെ തീരുമാനിക്കുന്നത്? നിങ്ങൾ 2 പടങ്ങളും കണ്ടു നോക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പറഞ്ഞു വന്നത്, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കുക. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ഉള്ളിൽ ഈ സങ്കടങ്ങളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി എനിക്ക് ഇതിനൊന്ന് വൈൻഡപ്പ് പോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹ്യൂമൻ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഹ്യൂമൻ ലൈബ്രറി അത് വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അതായത് നിങ്ങളൊരു ലൈബ്രറി പോകുമ്പോൾ അവിടെ പുസ്തകങ്ങൾ മാത്രമല്ല മനുഷ്യരുണ്ട്. ഓരോ മനുഷ്യരുടെ മുമ്പിൽ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഐ സർവൈവ്ഡ് ഡിപ്രഷൻ. വേറെ ആളുടെ ഐ വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. വേറെ ആളുടെ ജസ്റ്റ് സർവൈവ്ഡ് ബ്രേക്കപ്പ്. ഈ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ലൈബ്രറി പോകുമ്പോൾ ഐ സർവൈവ് ബ്രേക്കപ്പ് എന്ന നെയിം ബോർഡായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബ്രേക്കപ്പിനെ സർവൈവ് ചെയ്ത് ലൈഫിൽ വിജയിച്ച ഒരാൾ. അയാളോട് സംസാരിക്കാം. അയാൾ എന്ന പുസ്തകത്തെ വായിക്കാം. അതുപോലെ ഞാനൊരു അനാഥ കുട്ടിയാണ്, എനിക്ക് ആരുമില്ല, ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ് ഞാനെന്ന് തോന്നുന്നൊരു ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ഒരു ആളിരിക്കുന്നുണ്ട് നെയിം ബോർഡുമായിട്ട്. അയാളുടെ അടുത്ത് പോയി സംസാരിക്കാം. ഹ്യൂമൻ ലൈബ്രറി അത്ര മനോഹരമായ കോൺസെപ്റ്റാണ്. ഇനി നെയിം കാർഡ് വെച്ച് ഇരിക്കണമെന്നില്ല. നമ്മുടെ ഓഫീസിലും നമ്മുടെ ചുറ്റിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർക്ക് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമായി മാറാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റ് ഓഫ് കോഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ഇനീഷ്യലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ? ചെറിയ സങ്കടങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതുപോലത്തുള്ള ഹ്യൂമൻ ലൈബ്രറീസ് മതിയാകുമെന്ന് തോന്നുന്നു. ഇനി ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ട് നടന്നൊരു സംഭവമാണ്. വ്യഭിചാരം ചെയ്തതിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ്റെ കേസിലൊരു പെൺകുട്ടിയെ ആളുകൾ കൈയോടെ വയ്ക്കി. കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ആ നാട്ടിലെ നിയമം. അപ്പോൾ അവിടെ പണ്ഡിതനായിട്ടുള്ള ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീയല്ലേ വലിയ സ്നേഹം കരണമെന്നൊക്കെ പറയുന്നത്, വ്യഭിചാരത്തിൽ കൈയോടെ പിടിച്ചാണ്, എന്താ ചെയ്യണ്ടേ? അയാളപ്പോൾ എന്തോ ആ ചെറുപ്പക്കാരൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെല്ലെ മുഖം ഉയർത്തിയിട്ട് ഈ പെൺകുട്ടിയെ നോക്കുന്നു. ചുറ്റുമുള്ള കല്ലെറിയാമെന്ന് എല്ലാവരോടും നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ കല്ലെറി, പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറി. എല്ലാവരും പരസ്പരം നോക്കുന്നു, അവനവനിലേക്ക് നോക്കുന്നു. മെല്ലെ ആ കല്ല് താഴത്തേക്ക് ഇടുന്നു. സനി പെൺകുട്ടിയോട് പറയുന്നു, മോളെ എഴുന്നേക്ക്, നിന്നെ കല്ലെറിയാൻ വന്നവരൊക്കെ എന്തേ? ഗുരു അവരൊക്കെ പോയി, ഞാനും നിന്നെ വിധിക്കാനും നിൽക്കണില്ല, പൊക്കോ. ഈ ഭാഗം വായിക്കുമ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഹീൽ ചെയ്യപ്പെട്ടത് ആ പെൺകുട്ടിയാണെന്നാണ്. അല്ല, അവിടെ ഹീലിംഗ് നടന്നത് ആ ചുറ്റുമുള്ള മനുഷ്യർക്ക്, ആ കല്ലുമെന്തെറിയാൻ നിന്ന മനുഷ്യർക്കാണ്. കാരണം അവരുടെ ഉള്ളിലേക്ക് ഒരു മനുഷ്യൻ ചോദ്യം ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം കല്ലെറി. അവനവനിലേക്ക് ആ മനുഷ്യൻ നോക്കിയപ്പോൾ എറിയാൻ നിന്ന കല്ലുകൾ അവർ താഴത്തേക്ക് ഇട്ടു, പുതിയ മനുഷ്യൻ. ഒരു സൈക്കോളജിസ്റ്റ് സഹായിക്കുന്നത് ഇതിനെ തന്നെയാണ്, ചില കല്ലുകളെ താഴേക്കിടാൻ. ഇമോഷൻസ് ആണ് മനുഷ്യനെ നിയന്ത്രിക്കുക. ചിലപ്പോൾ നമ്മൾ ഇമോഷൻസിനെ മാനേജ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഒരു സൈക്കോളജിസ്റ്റ് പഠിച്ച മനുഷ്യനാണ്. ബിഹേവിയറൽ തെറാപ്പി, ന്യൂറോ സയൻസ് എല്ലാത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് ഒരു അപരിചിതനായി നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കേട്ട് കൃത്യമായി നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. പലരും ഇങ്ങനെ ചെറിയ സങ്കടങ്ങൾ പെരിപ്പിച്ച് വലിയ സങ്കടമാക്കിയിട്ടാണ് ജീവിതത്തെ വെറുതെ ഇങ്ങനെ കൊണ്ട് കളയുന്നത്. എന്നെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും സങ്കടം നിങ്ങൾക്കുണ്ടെങ്കിൽ, കുറേ കാലം ഇവിടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പെയിൻ ഉണ്ടെങ്കിൽ, അതിപ്പോൾ വീട്ടിൽ അമ്മായിമ്മയോടൊരു ചെറിയ തർക്കമായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ആയിരിക്കാം, ജോലിയിലെ പ്രഷറായിരിക്കാം, കമോൺ ഗോ ആൻഡ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ബിക്കോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രേഞ്ചറാണ് അയാൾ, അല്ലെങ്കിൽ ആ വ്യക്തി, ആ പെൺകുട്ടി, ആ സ്ത്രീ. അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. ഉള്ളിലെ സങ്കടങ്ങളെ ഊതിപ്പെരിപ്പിച്ച് ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകരുതെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.